PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 11/6/2025 PSC നടത്തിയിട്ടുള്ള അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 572/2024 721/2024 അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക. ഇതിൻ്റെ കളക്ഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ പിന്നീട് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം പ്രോബ്ലം തന്നെയാണ്. എ തിൻ പ്ലേറ്റ് സബ്ജക്റ്റഡ് ടു സ്ട്രെസ് in x, y and z directions are sigma x equals 15 megapascal, sigma y equals 25 megapascal and sigma z equals 0 and Poisson's ratio is 0.3. The Young's modulus of the material is 200 into 10⁻³ megapascal. Then strain in z direction epsilon z is. അതാണ് അതിൻ്റെ സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത് z ഡിറക്ഷനിലെ. എ ആണ് ഉത്തരം. -60 into 10⁻⁻6 ആണ്. സ്ട്രെയിന് യൂണിറ്റ് ഇല്ലാത്ത കാരണം -60 into 10⁻⁻6 ആണ് ആൻസർ തന്നേക്കണേ. ഇനി അതുപോലെ രണ്ടാമത്തെ പ്രോബ്ലത്തിന് കോഎഫിഷ്യൻറ്റ് തെർമൽ എക്സ്പാൻഷനൊക്കെ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് 20 megapascal ആണ്. ഇനി മൂന്നാമത്തെ എ ബാർ ഇൻ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു നോർമൽ സ്ട്രെസ് ഓഫ് 150 megapascal. ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ബാർ ഈസ് 75 megapascal ആണ്. ഡി ആണ് ഉത്തരം. ഇനി നാലാമത്തെ പ്രോബ്ലം ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ഇസ് ബീം ഒക്കേഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് ആൻസർ. അറ്റ് L/√3 ഫ്രം എ എന്നുള്ളതാണ്. അഞ്ചാമത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ ഓൺ ദ ബീം ഈസ് ഈക്വൽ ടു. സി ആണ് നെഗറ്റീവ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അറ്റ് ദ സെയിം സെക്ഷൻ എന്നുള്ളത്. ഇനി ആറാമത്തെ അറ്റ് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ഫോർ എ ഗിവൺ ഷിയർ ഫോഴ്സ് ഷിയർ സ്ട്രെസ് ഈസ് മാക്സിമം ഇൻ സിമെട്രിക്കൽ ഐ സെക്ഷൻ അറ്റ് സെൻട്രോയിഡൽ ആക്സിസ്. ബി ആണ് ഉത്തരം. ഇനി ഏഴാമത്തെ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ എ സർക്കുലർ സെക്ഷൻ ഓഫ് ഏരിയ എ ഡ്യൂ ടു ഷിയർ ഫോഴ്സ് എഫ് ഇസ്. ഡി ആണ് 4F/3A ആണ്. ഇനി 8 ദ മാക്സിമം, എട്ടാമത്തെയും പ്രോബ്ലം ആണ്. അതിന് എ ആണ് 9WL/8 BD സ്ക്വയർ ആണ് ആൻസർ. ഒമ്പതാമത്തെ പ്രോബ്ലവും അതിൻ്റെ ആൻസർ റേഷ്യോ ഓഫ് എലാസ്റ്റിക് കർവ് ഒക്കെ തന്നിട്ടുണ്ട്. അത് ഡി ആണ് 8. ഇനി പത്താമത്തെ പ്രോബ്ലത്തിന് ദ റിസൾട്ടിങ് നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ സെൻട്രൽ പ്രോപ്പ് ഈസ് എ ആണ് WL²/32 ഹോഗിങ് എന്നുള്ളതാണ്. 11ാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ വാട്ട് ഈസ് ദ ട്രൂ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് എന്നുള്ളത്. സി ആണ് 255 മീറ്റർ. ഇനി 12 പ്രോബ്ലത്തിന് ക്ലോസിങ് എറർ എന്ന് പറയുന്നത് എ ആണ് -2 മീറ്റർ. 13 ഫൈൻഡ് ദ കമ്പൈൻഡ് കറക്ഷൻ ഫോർ കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റർ. അത് ബി ആണ് 6.73 മീറ്റർ. ഇനി 14 ആഗണിക് ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് ഓഫ്. ബി ആണ് 0 ഡെക്ലിനേഷൻ. ഇനി 15 ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ എ ബി വാസ് N50 degree W. What is the true bearing of the line if the declination is 3 degree west? അപ്പോൾ എ ആണ് 298 ഡിഗ്രി എന്നുള്ളതാണ്. ഇനി 16 when magnetic bearing of sun at noon is 185 degree find magnetic declination. അത് ബി ആണ് 5 degree west എന്നുള്ളത്. ഇനി 17 പ്രോബ്ലത്തിന് ഏരിയ ബൈ സിംസൺസ് റൂൾ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡി ആണ് 240 മീറ്റർ സ്ക്വയർ വരും. 18ാമത്തെ പ്രോബ്ലത്തിന് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് 100 മീറ്റർ എ വരും. ഇനി 19ാമത്തെ വാല്യൂ ഓഫ് ഷിഫ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 0.10 റേഡിയൻസ് എ ആണ്. ഇനി 20 എ സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെൻറ്റ്സ്. സി ആണ് സ്റ്റീപ്പ് സ്ലോപ്പ്. 21 ദ സ്മിത്സ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺ. അത് ഡി ആണ് സൊല്യൂബിൾ മാറ്റർ. 22 വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ കനാൽ ലൈനിങ്. ബി ആണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. ഇനി 23 മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി Newton/mm² എന്നുണ്ട്. ഓഫ് ആൻ M25 ഗ്രേഡ് കോൺക്രീറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. എ ആണ് 2.5 into 10⁻⁴. ഇനി 24 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് വർക്കബിലിറ്റി. അത് സി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്. ഇനി 25 ദ മിനിമം ഡെപ്ത് റിക്വയർഡ് ഫോർ എ ഫൗണ്ടേഷൻ. അത് ഇവിടുത്തെ തന്നേക്കണേൽ 1, 4, 5 കറക്റ്റാണ്. അതായത് ബി ആണ് ഉത്തരം. ഇനി 26 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്.
ഇവിടെ തന്നേക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ 1, 3, 4 ആണ് കറക്റ്റ്. എ ആണ് ഉത്തരം. 27 മാസ് ലോഡഡ് വിനൈൽ ഈസ് എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ. എ ആണ് സൗണ്ട് പ്രൂഫ് എന്നുള്ളത്. 28 ഐഡൻറ്റിഫൈ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്, അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ഡി ആണ്. 29 ദ ബ്രിക്സ് യൂസ്ഡ് ഫോർ ദ കോർണേഴ്സ് ഓഫ് ദ വാൾസ് ഓഫ് എ സ്ട്രക്ചർ ആർ കോൾഡ്. സി ആണ് കോയിൻസ്. 30 ദ ഡിഫക്റ്റ് ഓഫ് discoloration of timber due to over maturity is called. D ആണ് foxiness. 31 when designing column bases which of the following factors is not typically considered. B ആണ് column height എന്നുള്ളത്. ഇനി 32 grillage foundations are most suitable for B heavy concentrated loads. 33 which of the following types of loads is not typically considered in the design of roof trusses. D ആണ് thermal expansion load. 34 what does the term effective length of a column refer to. B ആണ് the length that accounts for the column's end conditions. ഇനി 35 the partial safety factor for loads accounts for. A ആണ് uncertainties in load estimation എന്നുള്ളത്. 36 what is the limiting value of maximum strain in concrete before it fails in compression under normal circumstances. B ആണ് 0.0035. ഇനി 37 which of the following factors affect the bond strength between concrete and reinforcing steel. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്, അപ്പോൾ ഡി ആണ് all of the above. 38 in one way slabs reinforcement is primarily provided in. B ആണ് the shorter span direction. 39 in a cantilever beam the point of contraflexure occurs where. A ആണ് bending moment is 0. 40 in an RCC beam the design shear strength is affected by. എല്ലാം ഉണ്ട്, ഇവിടെ 4 ഉത്തരങ്ങളും ഉണ്ട്, അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ഡി ആണ്. ഇനി 41ാമത്തെ പ്രോബ്ലത്തിന് സർഫസ് ഏരിയ 200 B ആണ്. അല്ല, സർഫസ് ഏരിയ തന്നിട്ടത് സർഫസ് ഏരിയ എന്താണെന്ന് ചോദിച്ചാണ്, അപ്പോൾ B ആണ് 200. ഇനി 42ാമത്തെ പ്രോബ്ലത്തിന് വാട്ട് ഈസ് ദ റിക്വയർഡ് പ്ലാൻ ഏരിയ എന്ന് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ 90 മീറ്റർ സ്ക്വയർ. സി ആണ്. ഇനി 43 ദ റൺ ഓഫ് ഇൻ ക്യുമെക് ബൈ ദ റേഷണൽ മെത്തേഡ് ഈസ് ഡിഫൈൻഡ് ബൈ. എ ആണ് ഉത്തരം. Q = K × A × L × R എന്നുള്ളത്. ഇനി 44 വാട്ട് ഈസ് ദ പെർമിസിബിൾ നെഗറ്റീവ് ഹെഡ് ലോസ് ഓഫ് എ റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ. അത് ഡി ആണ് 0.8 to 1.2 മീറ്റർ എന്നുള്ളത്. ഇനി 45 വാട്ട് ഈസ് ദ മാക്സിമം ഡിസൈൻ ഫ്ലോ ഓഫ് എ സ്യൂവേജ് ഇൻ എ സ്പെസിഫിക് ടാങ്ക് എന്നുള്ളത്. എ ആണ് 70 liters per person per day. ഇനി 46 സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് ഇൻ ആൻ ഓക്സിഡേഷൻ പോണ്ട് ഈസ് അക്കംപ്ലിഷ്ഡ് പ്രൈമർലി ബൈ. എ ആണ് ആൽഗൽ ബാക്ടീരിയൽ സിംബയോസിസ്. 47 ദ റേഷ്യോ ഓഫ് ആക്ച്വൽ evapotranspiration to potential evapotranspiration is in the range. C ആണ് 0.0 to 1.0 വരെ. 48 in unit hydrograph the magnitude of effective rainfall is 1.0 centimeter. 49 the rain gauge used for measuring rain in hilly inaccessible areas is. A ആണ് tipping bucket rain gauge. 50ാമത്തെ a groundwater body which is separated from the main groundwater by an impermeable layer is. D ആണ് perched aquifer. 51 which urban phenomenon is most directly addressed by the application of cool roofs and permeable pavements in architectural planning എന്നുള്ളത്. B ആണ് urban heat island effect എന്നുള്ളത്. ഇനി 52 അജണ്ട 21 എന്നുള്ള സി ആണ് ആൻസർ. ഇനി 53 what was the global significance of the Brundtland report published in 1987. അത് ഡി ആണ് it introduced the term sustainable development എന്നുള്ളതാണ്. ഇനി അടുത്ത 54ാമത്തെ എ ബിൽഡിംഗ് achieves LEED certification primarily by. B ആണ് reducing operational energy and environmental impact എന്നുള്ളത്. 55 which statement aligns with the idea of life cycle energy in buildings. D ആണ് total energy from construction to demolition including operation. ഇനി 56 which building material innovation is most directly linked to Hassan Fathi's architectural ideology in Architecture for the Poor. A ആണ് mud brick walls using Nubian techniques എന്നുള്ളത്. ഇനി 57
According to ECBC 2017, which glazing types is recommended to minimize heat gain and optimize visual comfort in hot climates? C ആണ് ഡബിൾ ഗ്ലേസ്ഡ് ലോ എമിസിവിറ്റി ഗ്ലാസ് എന്നുള്ളത്. ഇനി 58 ഇൻ ഗൃഹ റേറ്റിംഗ് ഫോർ അഫോർഡബിൾ ഹൗസിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏൺസ് സ്പെസിഫിക് പോയിന്റ്സ്? ഡി ആണ് എഫിഷ്യൻറ്റ് യൂസ് ആൻഡ് റീയൂസ് ഓഫ് വാട്ടർ. 59 which of the following design strategies is most essential in disaster resilient housing promoted by CBRI Roorkee? അപ്പോൾ എ ആണ് പ്ലിന്ത് ബാൻഡ് ആൻഡ് കോർണർ റെയിൻഫോഴ്സ്മെന്റ് ഇൻ മാസണറി. ഇനി 60 which of the following best demonstrates integrated sustainability and cost effectiveness in mass housing developments? B ആണ് application of standardized modular units with passive ventilation എന്നുള്ളത്. ഇനി 61 the value that indicates the average rate of heat transfer into a building through the building envelope, ഇത് എ ആണ് OTTV എന്നുള്ളത്. ഇനി 62 ഡി ആണ് ഇഫക്റ്റീവ് ടെമ്പറേച്ചർ എന്നുള്ളതാണ് ആൻസർ. 63 ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് MRT, അത് ഗ്ലോബ് തെർമോമീറ്റർ ഡി ആണ്. 64 ആൻസർ ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഒക്കേഴ്സ് ത്രൂ എ യൂണിറ്റ് തിക്നെസ് ഓഫ് മെറ്റീരിയൽ ഫോർ യൂണിറ്റ് ഏരിയ സബ്ജക്റ്റ് ടു എ യൂണിറ്റ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, അതിന് തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ് പറയുക, എ ആണ്. 65 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ഹൈ ആൽബിഡോ വാല്യൂ എന്നുള്ളത് എ ആണ്, സ്നോ എന്നുള്ളതാണ്. ഇനി 66 ക്വസ്റ്റ്യൻ ദ തെർമൽ കംഫർട്ട് ഇൻഡെക്സ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ സബ്ജക്റ്റ് ഈസ് ഡി ആണ് ട്രോപ്പിക്കൽ സമ്മർ ഇൻഡെക്സ്. 67 മൈക്രോ ക്ലൈമറ്റ് ഓഫ് എ സിറ്റി ഇസ് ജനറലി ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ അറ്റ് ബി ആണ് ദ ഫസ്റ്റ് 100 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് സർഫസ്. ഇനി 68 the grid iron pattern geometry design in city planning was followed by the city plan, എ ആണ് മോഹൻജാദാരോ. ഇനി 69 മട്ടാഞ്ചേരി പാലസ് ഈസ് ഓൾസോ കോൾഡ് ആസ്, സി ആണ് ഡച്ച് പാലസ്. 70 ദ കൂളസ്റ്റ് പ്ലേസ് ഓർ ദ സെൻട്രൽ പ്ലേസ് ഇൻ ആൻ അഗ്രഹാരം ഈസ് നെയിംഡ് ആസ്, ഡി ആണ് താലം. 71 ക്രിസ്റ്റഫർ അലക്സാണ്ടർ ആണ്, സി ആണ് ഉത്തരം. 72 കീ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ് മേക്കിംഗ് ഇൻ അർബൻ ഡിസൈൻ ഇൻക്ലൂഡ്, എല്ലാം ഉണ്ട്, അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ എബോവ്. ഇനി 73 അഗോറ ഇൻ ഏൻഷ്യൻ ഗ്രീക്ക് സിറ്റീസ് റെഫേഴ്സ് ടു, എ ആണ് പബ്ലിക് സ്പേസ് ദാറ്റ് സെർവ്ഡ് ആസ് മീറ്റിംഗ് പ്ലേസ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ഗ്രീക്ക് സിറ്റിസൺസ് എന്നുള്ളതാണ് ആൻസർ. 74 അർബൻ മോർഫോളജി ഇസ് എ സ്റ്റഡി ഓഫ്, ഇവിടെ എല്ലാം ഉണ്ട്, ഓൾ ഓഫ് ദ എബോവ് ആണ്. 75 കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് ആർ വാക്ക്, സൈക്കിൾ, കണക്ട്, ട്രാൻസിറ്റ്, മിക്സ്, ഡെൻസിറ്റി, കോമ്പാക്ട് ആൻഡ് ഷിഫ്റ്റ് എന്നുള്ള എ ആണ്. 76 ഇവിടെ എല്ലാം ഉണ്ട്, അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ എബോവ്. ഇനി 77 സി ആണ് ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളത്. 78 ഡീ കൺസ്ട്രക്ഷൻ എന്നാണ് 78. ഇനി 79 എ ആണ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളത്. 80 ഉത്തരം ബി ആണ് SDG 11 എന്നുള്ളത്. 81 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ട്രക്ചർ ബോൺ നോയ്സ്, ബി ആണ് വൈബ്രേഷൻ ഫ്രം എ വാഷിംഗ് മെഷീൻ. 82 വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് ഫോർ എ ഹെൽത്തി ഹ്യൂമൻ ഇയർ, 20 to 20 kHz, 20 Hz to 20 kHz, അവിടെ സി ആണ് ആൻസർ, അതായത് 20 to 20,000 Hz ആണ്. 83 വിച്ച് ഫാക്ടർ ഡസ് നോട്ട് അഫക്ട് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ, ഇവിടെ തന്നിരിക്കുന്നതിൽ ഹ്യൂമിഡിറ്റി അല്ല ഫ്രീക്വൻസിയാണ്, സോറി ഡി ഫ്രീക്വൻസിയാണ്. ഇനി 84 നോയ്സ് ക്രൈറ്റീരിയ കർവ് ഈസ് യൂസ് ടു ഇവാലുവേറ്റ്, ബി ആണ് ആക്സെപ്റ്റബിൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇൻ ഓഫീസേഴ്സ്. ഇനി 85 0.644 സെക്കൻഡ് എ ആണ്. 86 ആൻസർ എ ആണ്, ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് റൂറൽ പോപ്പുലേഷൻ എന്നുള്ളത്. 87 ബി ആണ് ആൻസർ. ഇനി 88 അർബൻ പോപ്പുലേഷൻ അത് എ മഹാരാഷ്ട്രയാണ്. 89 ആൻസർ സി ആണ്. 90 ആൻസർ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് എന്നുള്ളതാണ്. 91 ഡി സൈറ്റ് ആൻഡ് സർവീസസ്. 92 ആൻസർ ഡി മേയർ. 93 സി ആണ് റാഡ്ബേൺ. ഇനി 94 1 2 4 ഓൺലി, അതായത് സി ആണ് ഉത്തരം. ഇനി 95 ബി ആണ് സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളതാണ്. ഇനി 96 സി ആണ് BRTS ആൻഡ് പെഡസ്ട്രിയനൈസേഷൻ. ഇനി 97 ബി ആണ് ലാൻഡ് യൂസ് സെഗ്രിഗേഷൻ എന്നുള്ളത്. 98 ദ
സെൻഡൈ ഫ്രെയിംവർക്ക് എന്നുള്ള എ ആണ്. 99 ഡി ആണ് ഗോൾ നമ്പർ 11 എന്നുള്ളത്. 100ാമത്തെ ഉത്തരം പാട്രിക്